ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് ഒരു ഇൻട്രോ എന്തെങ്കിലും കഴിച്ചോണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നമ്മുടെ ചാമ്പ മരത്തിലാണ്. കുറച്ച് ചാമ്പയ്ക്ക പറിക്കാൻ വന്നതാണ്. ഇപ്പോൾ മുകളിലാണ്, ഇതൊരു റൂഫിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് എടുത്തിട്ട് നമുക്ക് ഉണക്കി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ കണ്ട കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. കേട്ടോ, എൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മാതിരി വീണ് കിടക്കുന്നുണ്ട്. ആർക്കും ഉപകാരം ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് പോലും വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. കുറച്ച് ഞാൻ എടുത്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ ഈ ചാമ്പ ഇതൊക്കെ മുകളിലാണ് ഉണ്ടാവുന്നത്. ഞാൻ ചാമ്പയുടെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. കാര്യം എൻ്റെ ഉമ്മയൊക്കെ അവിടെയല്ലേ, അവർക്കും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല, അത്രയും ചാമ്പയുണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടോ, അടങ്ങിപ്പോയി. ഒരു മാതിരി വൈൻ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെ വീണ് വെറുതെ പോവും. ഇഷ്ടം പോലെ കായ്ക്കും ഈ സാധനം, അതാണ് മടി. അപ്പോഴേ ഞാനിത് ഒക്കെ ഒന്ന് കുറച്ച് പറിച്ചെടുക്കട്ടെ. ഇതിന് കാര്യമായിട്ട് വലിയ മധുരവും കാണുന്നില്ല. അപ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ ചിലപ്പോൾ നല്ല ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ നല്ല അതിൻ്റെ ഷുഗർ കോണ്ടൻ്റ് ഒക്കെ കോൺസെൻട്രേറ്റ് ആയിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ മുകളിലൊക്കെ കണ്ടോ, ചാമ്പയാണ് ഫുള്ള്. അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇതാണ്. ഓഫീസിൽ പോകാൻ മുമ്പ് കുറച്ച് ചാമ്പ പറിച്ചിട്ട് ഉണക്കാൻ വയ്ക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് തക്കത്തതായിട്ടുണ്ട്. ഇതുണ്ടോ, ഏതാണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതെനിക്ക് തോന്നുന്നു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോഴേ നമ്മുടേത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു 4 പീസാക്കി മാറ്റാൻ പോവാണ്. ഇതിന്റെ ഉള്ളില് സീഡ് ഉണ്ടാവും, കുരു ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് 4 പീസായിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മൾ എന്ത് സാധനം ഉണക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മധുരം കൂടും.
ചെയ്യാം. ഇതിന്റെ സീഡില്ല, ഇതാണ് ഇതിന്റെ സീഡ്. എന്നും ചെയ്തിട്ടില്ല ഈ പരിപാടി, പക്ഷെ ചെയ്യാം. മുമ്പ് പണ്ടൊരിക്കല് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടായിരുന്നെ കൊച്ചിയില്. അപ്പൊ ആടെ അമ്മാമ്മ മറ്റേ ഇങ്ങനെ അച്ചാറിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റാണ്. നമ്മള് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇതിനൊന്നും സീഡില്ല. നമ്മുടെ ഇവിടെ 2 ചാമ്പയ്ക്ക മരമുണ്ട്, ഇതും. അപ്പൊ ഇതാണ് അതിന്റെ പാരന്റ് ചെടി. ഇതിന്റെ ഒരു കമ്പ് റഷ്യ എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പൊ അവൻ വെച്ചതാണ് അത് ചെറുതായിരുന്നു. അപ്പൊ ആ സമയത്ത് അത് തനിയെ കിളിർത്ത് അതിന്നിട്ട് ആയ ചാമ്പയ്ക്കൊക്കെ അങ്ങനെ സീഡൊന്നും ഉണ്ടാവാറില്ല. ഭയങ്കര ഫ്ലഷ് ആണത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലഷ് കൂടുതലാണ്. ഇപ്പോ ഞങ്ങളത് പറയുന്നത് റഷ്യ വെച്ചതാണെന്നൊക്കെ പറയുന്നത്. ഇല്ലതിൽ മാത്രമേ സീഡ് ഉണ്ടാവുള്ളൂ. സീഡ് അങ്ങനെ ഉണ്ടാവാറില്ല. എന്നാലും ഇതിനെക്കാളും ടേസ്റ്റ് അതാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല, അതിന്റെ സയൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ടേസ്റ്റിയാണ്. പിന്നെ എളുപ്പത്തിൽ പുഴു കയറും ഇതില്. അപ്പോ അതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ ഒരു മടിയായി തുടങ്ങി. ഒരു ടേസ്റ്റ് ഇല്ലാത്തതാണ്. പിന്നെ ഒരുപാട് ഒത്തിരി കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കഴിയുമ്പോഴല്ലേ ഒരുപാട് പേര് വന്ന് പറിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇഷ്ടം പോലെ ബാക്കി ഉണ്ടാവും. ഇത് നമ്മൾ പറിക്കാൻ പോവാൻ മുമ്പ് തന്നെ അത് ഇങ്ങനെ വീണ് തുടങ്ങും. അങ്ങനെ ഒരു പുളി സ്മെല്ല് വരും. കുറെ ഉണ്ട് ഡെയിലി. ഇതിന്റെ ആ ഒരു വീഴുന്ന സീസണല്ല, ഡെയിലി അടിച്ചു വാരിയില്ലെങ്കിൽ നല്ല പണിയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ നമ്മുടേത് കട്ട് ചെയ്ത് ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തിട്ട് കാണാം കേട്ടോ. ഹലോ, അപ്പൊ നമ്മുടെ ചാമ്പയ്ക്ക ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണക്കിയെടുത്തിട്ട് സത്യം പറഞ്ഞ വീഡിയോ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വൈൻഡ് അപ്പ് വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം മറന്നുപോയി. ഇത് ഫുള്ള് ഉണ്ടായിരുന്നു. കഴിച്ച് തീർന്നു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. കൊടുത്തിട്ട് ഇതെന്താന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമായി. അങ്ങനെ അപ്പോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി സംഭവം. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ കുറിച്ചോണ്ടിരിക്കാൻ പറ്റിയൊരു സാധനം. ഇതേ നമ്മുടെ ചാമ്പയ്ക്കാവരം. അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ ചെയ്ത ഈ ഒരു കാര്യം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഇല്ലാത്തൊരു സീസണിലേക്ക് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ, ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇത് കഴിക്കാൻ അടിപൊളി. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതാണ് സംഭവം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതിലും ബേബി. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു വീഡിയോ ആയിരുന്നില്ലേ, ജസ്റ്റ് ഒരു ട്രയലായിട്ട് ചെയ്ത് നോക്കിയതാണ്. ബട്ട് നല്ല അടിപൊളി സക്സസ്ഫുൾ സാധനമാണ്. കണ്ടോ? അപ്പൊ then bye bye and take care.